നമ്മുടെ മുരുകൻ പറഞ്ഞ ആരുടെയാണ്? ശിവന്റെയും പാർവതിന്റെയും മകനാണ്. അപ്പോൾ അതന്നെയാണ് ഇവിടെ പറയുകയും ചെയ്യുന്നത്. ഇവിടെ അണൈപ്പിൽ വളർന്ന എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടി വളർന്നു എന്നുള്ളത് ദേ ഇങ്ങനെ പിടിച്ച് ചാലും എന്നുള്ളത്. അപ്പോൾ ഇവിടെ കൈ ദേ ഇങ്ങനെ പിടിച്ച് വിഷമാണ്. കുറെയെല്ലാം ഞൊടിയിൽ പറയുമ്പോൾ നമ്മൾ ദേ കൈ ഇങ്ങനെ നമ്മൾ ആക്കാറുണ്ട്. അപ്പോൾ അതന്നെ ഇങ്ങനെ ആക്കുക ചെയ്യാം. അതായത് ആർക്ക് എന്ത് അനുഗ്രഹവും എന്ത് വരം വേണച്ചാലും ഭഗവാൻ വാരിക്കോരി കൊടുക്കും എന്നുള്ള ആ ഒരു രീതിയാണ് അവിടെ പറയണത്. ചലനത്തിന്റെ എപ്പിസോഡോട് കൂടിയിട്ട് നമ്മുടെ കൈ പഠിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പല്ലവിയിൽ പഠിച്ച അതേ കൈകള് ഞാൻ അതിൻ്റെ കാൽ പഠിപ്പിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ ഉള്ള 3 എപ്പിസോഡും നല്ലപോലെ കണ്ടു പഠിക്കണേ. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞൊരു 2 എപ്പിസോഡായിട്ട് ഒരു മുരുകൻ്റെ ഒരു ഡാൻസാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൈകളായിട്ടുള്ള ഭാഗമായിരുന്നു 2 എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പല്ലവിയും അനുപല്ലവിയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ചലനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്ന് നമുക്ക് ഈ ചലനത്തിൻ്റെ ഭാഗം കൂടി പഠിക്കാവുന്നതാണ്. നമുക്കിവിടെ വരുന്നതാണ് അതിൻ്റെ ആദ്യത്തെ ലൈന് വരുന്നത് കണ്ണുതർ കടവുളിൻ കൺമണിയായി വന്ന്. അതാണൊരു 2 ലൈനായിട്ട്. പിന്നെ അത് കേട്ടിട്ട് വെച്ച് നമ്മൾ വരുന്നതാണ് കാർത്തികൈ പെൺകളിൻ അണൈപ്പിൽ വളർന്താൻ. അതാണ് 2ാമത്തെ ലൈനിലും. പിന്നെ അതുപോലെ ഒരു 2 ലൈനും കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതോടുകൂടി നമ്മൾ പിന്നെ ഒരു താത്തൈ തേത്ത നമ്മുടെ പരവലടവ് സ്റ്റെപ്പിലും കൂടി ഇപ്പോൾ കളിച്ച എല്ലാ ഭാഗങ്ങളുടെ ആദ്യത്തെ ഓരോ ലൈനും വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് എന്താണെന്ന് മനസ്സിലാവില്ല. അതിൻ്റെ കൈകളായിട്ട് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ചലനത്തിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്ന ലൈൻ ഇതാണ് കണ്ണുതർ കടവുളിൻ കൺമണിയായി വന്ന്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ കൈ പറയേണ്ടത് നമ്മുടെ ലെഫ്റ്റ് കൈ ഇവിടെ കുത്തിവെച്ച് റൈറ്റിൽ കർത്തരി മുഖമാണ് നമ്മുടെ തൃക്കണ്ണ് ഭഗവാന്റെ. അപ്പോൾ ഇങ്ങനെ കണ്ണുതർ പറയുമ്പോൾ കൈ ദേ ഇവിടുന്ന് ഇങ്ങനെ പോവാണ് ചെയ്യുക. ഇവിടെ നെറ്റിയുടെ അവിടെ നിന്ന് കണ്ണുതർ. ഇനി കടവുൾ പറയുമ്പോൾ ശിവൻ കടവുളിൻ. ഇവിടെ കൺമണിയായി വന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടീനെ കൺമണിയായി വന്ന്. നമുക്കറിയാം നമ്മുടെ മുരുകൻ പറഞ്ഞ ആരുടെയാണ്? ശിവന്റെയും പാർവതിന്റെയും മകനാണ്. അപ്പോൾ അതന്നെയാണ് ഇവിടെ പറയും ചെയ്യുന്നത്. ഇനി അടുത്ത ലൈനിലും ഇതന്നെ കണ്ണുതർ പറയുമ്പോൾ അതേ ലൈനാണ് കണ്ണുതർ. കടവുൾ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഈ ശിവനെയാണ് കടവുളിൻ. വീണ്ടും കൺമണിയായി വന്ന്. അതാണ് ചെയ്യുന്നത്. 2 ലൈനേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവിടെ ശിവൻ മാത്രമാണ് ഒന്ന് ശിവലിംഗവും ശിവനുമായിട്ട് കാണിക്കുന്ന 2 മുദ്രകളെ മാറ്റുള്ളൂ, ബാക്കിയെല്ലാം ഒന്നാണ്. അടുത്ത ലൈൻ വരുന്നതാണ് കാർത്തികൈ പെൺകളിൻ അണൈപ്പിൽ വളർന്താൻ. അതാണ്. അപ്പോൾ കാർത്തികൈ പെൺകളിൽ എന്നുള്ളത് നമ്മളിതേ കൈ ഇവിടെ വെച്ച് ഇങ്ങനെ, അത് നമ്മളൊരു മുഴുമണ്ഡലത്തിലോട്ട് പോകേണ്ടതാണ്. അത് ഇങ്ങനെ ഒരു തലയാട്ടി ഇങ്ങനെ മുഴുമണ്ഡലത്തിലോട്ട് പോവുക ചെയ്യുക. അപ്പോൾ കാർത്തികൈ പെൺകളിൻ അണൈപ്പിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേ ഇങ്ങനെ കാർത്തികൈ പെൺകളുടെ ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് ഭഗവാൻ വളർന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ശിഖരത്തിൽ ഇങ്ങനെ സ്നേഹത്തോടു കൂടി അവിടെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മൾ കാണിക്കുന്നത്, വളന്ത എന്നുള്ളത്. വീണ്ടും 2ാമത്തെ ലൈനിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞത് മുഴുമണ്ഡലത്തിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു.
നമ്മൾ ആ മുഴുമണ്ഡലത്തിൽ നിന്ന് സമത്തിലോട്ട് പോകുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ലൈനായിട്ട് വരുന്നത്. അവിടെയും അതേ മുദ്രയാണ് കാർത്തികേയ പെൺകളിൽ. അതും ഇതേപോലെയൊക്കെ തലേക്ക് ഇങ്ങനെ ആട്ടിയിട്ടാണ് ചെയ്യുക. അപ്പോൾ കാർത്തികേയ പെൺകളിൻ, ഇവിടെ അണൈപ്പിൽ വളന്ത എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടി വളർന്നു എന്നുള്ളത് ദേ ഇങ്ങനെ പിടിച്ച് അണൈപ്പിൽ വളന്ത, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 ലൈൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അടുത്തൊരു ലൈനായിട്ട് വരുന്നത് വിണ്ണവർ കുറയെല്ലാം ഞൊടിയിൽ കലൈന്ത. അപ്പോൾ വിണ്ണവർ എന്ന് പറയുമ്പോൾ നമ്മൾ ദേ ഇങ്ങനെയാണ്, ഇന്ദ്രൻ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അത് വിണ്ണവർ പറയുമ്പോൾ ഇങ്ങനെ കൈ ഇവിടുന്ന് വിണ്ണവർ. ഇനി കുറെയെല്ലാം പറയുമ്പോൾ അവിടെ വിഷമാണ്, അവരുടെ വിഷമങ്ങളെല്ലാം ഭഗവാൻ പെട്ടെന്ന് തന്നെ മാറ്റിക്കൊടുക്കും, എന്ത് സങ്കടം ഉണ്ടെച്ചാലും എന്നുള്ളത്. അപ്പോൾ ഇവിടെ കൈ ഇതേ ഇങ്ങനെ പിടിച്ച് വിഷമാണ്. കുറെയെല്ലാം ഞൊടിയിൽ പറയുമ്പോൾ നമ്മൾ ദേ കൈ ഇങ്ങനെ നമ്മൾ ആക്കാറുണ്ട്. അപ്പോൾ അതന്നെ ഇങ്ങനെ ആക്കുക ചെയ്യാം. അതായത് റൈറ്റ് കൈ മുന്നിലും ലെഫ്റ്റ് കൈ ബാക്കിലൊക്കെ ഇട്ട് ഞൊടിയിൽ. ഇനി നമ്മൾ 2 കൈയിലും കർത്തരി മുഖം പിടിച്ച് കലൈന്ത. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായല്ലോ ഒന്നാമത്തെ ലൈന്. ഒന്നുകൂടി ഒന്നാമത്തെ ലൈന് പറയണ്ട്. ദേ ഇങ്ങനെ വിണ്ണവർ കുറയെല്ലാം എന്നുള്ളത് ഇതാ പറഞ്ഞ് ഞൊടിയിൽ കലൈന്താൻ. ഇനി നമ്മുടെ ഇതന്നെ, ഇതിപ്പോൾ ഒന്നാമത്തെ ലൈൻ ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ ലൈനിൽ നമ്മൾ വിണ്ണവർ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ കാണിക്കും, കൈ ഇതേ ഇങ്ങനെ പിടിച്ചിങ്ങനെ വിണ്ണവർ. ഇത് നമ്മൾ റൗണ്ടിലൊരു 4 നടത്തത്തിൽ ചെയ്യുന്നതാണ്. വിണ്ണവർ കുറയെല്ലാം പറയുമ്പോൾ നമ്മൾ 4 സ്റ്റെപ്പ് നടന്നു വരും. അത് കഴിഞ്ഞാൽ ഞൊടി പറയുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ ഞൊടി തന്നെ ഇങ്ങനെ ഞൊടിയിൽ കലൈന്ത പറയുമ്പോൾ അതേ കർത്തരി മുഖം ഇങ്ങനെ പിടിക്കുക ചെയ്യുന്നത് കലൈന്ത. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ലൈന് മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തത് വരുന്നത് വേണ്ടുമോ വേണ്ടുമോ വരമെല്ലാം തന്താ. അതായത് ആർക്ക് എന്ത് അനുഗ്രഹവും എന്ത് വരം വേണച്ചാലും ഭഗവാൻ വാരിക്കോരി കൊടുക്കും എന്നുള്ള ആ ഒരു രീതിയാണ് അവിടെ പറയണത്. അപ്പോൾ നമ്മൾ പറയില്ലോ ഇങ്ങനെ എടുത്തോളൂ എന്നുള്ള രീതിയിൽ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വേണ്ടുമോ 2 സൈഡിലോട്ടായിട്ട് വേണ്ടുമോ എന്നിങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞത് ഇങ്ങനെ വരമെല്ലാം തന്താ. അതാണ് നമ്മുടെ ഒന്നാമത്തെ ലൈൻ. രണ്ടാമത്തെ നമ്മൾ ഇങ്ങനെ അനുഗ്രഹിക്കുകയാണ്. ഇങ്ങനെ റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് 2 വട്ടം വേണ്ടുമോർ വേണ്ടുമോർ എന്നുള്ളത് ചെയ്യും. ഇവിടെ വരമെല്ലാം തന്താ പറയുമ്പോൾ നമ്മളിതിങ്ങനെ തൊഴുകാണ്. വരമെല്ലാം തന്താ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ആദ്യം പറഞ്ഞത് കണ്ണുതർ കടവുളിൻ കൺമണിയായി വന്ന്, അതും 2 ലൈനേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ കാർത്തികേയ പെൺകളിൻ അണൈപ്പിൽ വളന്ത, അതും അതേപോലെ 2 ലൈനാണ് ചെയ്തത്. ഒക്കെ ചെറിയ മാറ്റേ ഉള്ളൂ 2 ലൈനിലും ചെയ്യണേൽ, മുദ്രകൾ പിടിക്കണേൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത് ചെയ്തത് വിണ്ണവർ കുറയെല്ലാം ഞൊടിയിൽ കലൈന്ത, അതും 2 ലൈനാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത് വേണ്ടുമോർ വേണ്ടുമോർ വരമെല്ലാം തന്ത. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. ഇനി നമ്മൾ അനുപല്ലവി പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിച്ച 2 ലൈന് നമ്മൾ താത്തേ തേത്തയിൽ ചെയ്യാൻ പോവുകയാണ് എന്ന്. അപ്പോൾ അതേപോലെ നമ്മൾ എന്തുണ്ട്, നമ്മൾ ഇവിടെ ഇപ്പോൾ ഇത്രയും ഞാൻ ഒരു 4 ലൈന് പറഞ്ഞില്ലേ, ആ 4 ലൈനിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ താത്തേ തേത്ത, അതായത് നമ്മുടെ പരവലടവിൻ്റെ കാലിലോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാനിതൊന്ന് പറയണ്ട്. അപ്പോൾ ആദ്യത്തെ കണ്ണുതർ എന്നുള്ളത് അതേ ലൈനിന് ഇതിങ്ങനെ കണ്ണുതർ കടവുളിൻ കൺമണിയായി വന്ന്. അടുത്ത് കഴിഞ്ഞാൽ കാർത്തികേയ പെൺകളിൽ എന്ന് പറയുന്നത് ഇതെന്നെ പിടിച്ചിട്ട് അണൈപ്പിൽ വളന്ത. അത് കഴിഞ്ഞാൽ വിണ്ണവർ കുറയെല്ലാം ഞൊടിയിൽ കലൈന്ത. ഇനി ഒരെണ്ണം കൂടിയുള്ളത് വേണ്ടുമോർ എന്നുള്ളത്. അത് ഇങ്ങനെ വേണ്ടുമോ വേണ്ടുമോ വരമെല്ലാം തന്ത. ഇത്രയുമാണ് നമ്മുടെ ചരണത്തിൽ വരുന്നത്. ഇനി നമ്മൾ ഈ ചരണം
ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പല്ലവിയിലും അതുപോലെ നമ്മൾ അനുപല്ലവിയിലും ചെയ്തതാണ് തക്കതിമി ചെയ്തിരുന്നു. അതേ സ്റ്റെപ്പ് നമ്മൾ വീണ്ടും ഇവിടെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ പിടിച്ച അതേ മുരുകൻ തേങ്ങിനെ പിടിച്ചിട്ട് കലിയുഗ വരദൻ കൺ കണ്ട ദൈവം കാച്ചിയണേ പതും പഴനിയിലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ചെയ്തത്? തക്കതിമി കഴിഞ്ഞപ്പോൾ കാവടി പിടിച്ചിട്ടുള്ള മുരുകൻ്റെ സ്റ്റെപ്പായിരുന്നു. അതേ സ്റ്റെപ്പ് ഇവിടെ കലിയുഗ വരദൻ കൺ കണ്ട ദൈവം കാച്ചിയണേ പതും പഴനിയിലേ. ഇത്രയുമാണ് നമ്മുടെ മുരുകൻ്റെ ഈ ചലനത്തോടു കൂടി നമ്മുടെ ഈ ഒരു ഡാൻസ് ഇവിടെ അവസാനിക്കുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് വേണിച്ച് മുരുകൻ്റെ ഒരു പോസൊക്കെ നിൽക്കാവുന്നതാണ്. അപ്പോൾ അതല്ല നമുക്ക് തൊഴുത് മാത്രം അങ്ങനെ നിൽക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചലനത്തിൻ്റെ എപ്പിസോഡോട് കൂടിയിട്ട് നമ്മുടെ കൈ പഠിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ ചെയ്യുന്നത് നമ്മൾ പല്ലവിയിൽ പഠിച്ച കൈകളുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ ആ പല്ലവിയിൽ പഠിച്ച അതേ കൈകൾ ഞാൻ അതിൻ്റെ കാല് പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ ഉള്ള 3 എപ്പിസോഡും നല്ലപോലെ കണ്ടു പഠിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ ഈ പഠിപ്പിച്ച ചലനം ത്തിൻ്റെ കൈകളാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പല്ലവിയിലത്തെ കാല് അതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ കൈ പഠിച്ചാൽ മാത്രമാണ് കാലതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്കങ്ങനെ ചെയ്യുന്നത് കാണാം. പിന്നെ ഞാൻ മുന്നേ 2 ഐറ്റങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തോടയും അതുപോലെ ദേവി നെയ്യത്തുണയും. അതും ഇതുപോലെ നമ്മൾ പഠിപ്പിക്കൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭരതനാട്യം കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും നമ്മൾ അതുപോലെ ചെയ്യുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഈ ചാനലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഞാൻ ഈ പഠിപ്പിക്കുന്നതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും കമൻ്റൊക്കെ ഇടാവുന്നതാണ്. അതേപോലെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക.